എനിക്ക് ഇറച്ചിയുടെ കരളിനേക്കാൾ ഇഷ്ടം അയിലേണ്ട കരള. എന്റെ മോളെ മാളൊന്ന് കലക്കും. സരിതേ സരിതേ അയലേ അതെങ്കിലും കേട്ട് വരട്ടെ. പേടിച്ചാ പിന്നെ എന്തെന്നേ അയിലേ അയലേന്ന് വിളിച്ചു. കൊറേ നാളായല്ല അയില വാങ്ങിച്ചിട്ട്. ഇന്ന് അയലത്തയിലൊക്കെ തിന്നാലോ. നല്ല വലുതല്ലേ. പറ്റിക്കാൻ വേണ്ടി ഞാൻ മീത ചെറുത് വെച്ചത്. കൊള്ളാം, നല്ല എന്നെ വല്ല വഴക്കും പറയണെങ്കി പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ട് സെന്റി അടിക്കാന്ന്. അതെ അതെ അതെ. അമ്മായി ഒരു കാര്യം ചെയ്യോ, കുരുമുളക് വെള്ളത്തിലിട്ട് വെച്ചേരെ, ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കാം. ഇന്ന് അമ്മായിക്കും എളുപ്പപ്പണി, എനിക്കും എളുപ്പപ്പണി. അതിലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് കുരുമുളകും വെള്ളത്തിയിട്ട് പുളി കൊടംപുളിയും വെള്ളത്തിയിട്ട് എന്നിട്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കും. ഓക്കെ, ഇരുന്നോ. ഞാൻ പോണേ. ഓക്കെ. അമ്മായി, വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താ മോളെ? വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ പപ്പങ്ങ ഇല്ലേ, പപ്പങ്ങ ഒന്ന് തൊലി ചെത്തിയിട്ട് അത് അച്ചാറിന് അരിയൂലേ, അതുപോലെ ഒന്ന് അരിഞ്ഞേരെ. എന്നിട്ട് എന്നെ അന്നത്തെ പോലെ വഴക്കുറയാനാണ്. തീരെ പൊടിയാക്കരുത്, കുഞ്ഞി പൊടിയാക്കരുത്. ഒരു വലിയ വലിയ കഷ്ണം എന്നുള്ളത് വായിലിട്ടൊന്ന് ചവയ്ക്കാൻ കിട്ടണം, അത്രേ ഉള്ളൂ. അത്ര വേണ്ട. അതില് ചെറുത് അച്ചാറിന് നമ്മൾ അരിയുന്നത് പോലെ. ശരി 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 ശരി. ഓക്കെ. മതിരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മോളെ, കുരുമുളക് തിളച്ചു. ഒരു സമാധാനം തരത്തില്ലേ അമ്മായി? എന്താണ് നിനക്ക് സമാധാനക്കേട്? ഇതോടെ വെക്കിപ്പോ അത് ആ ഉരുളി മാറ്റി അടച്ചു വെച്ചോ. അതൊന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. പിന്നെ അല്ല, എനിക്ക് ഒരു സംശയം. എന്താണ്? നീ പപ്പയ്ക്ക് അച്ചാറുണ്ടാക്കാനേ നിനക്ക് കൃമിയടിയുടെ അസുഖം ഉണ്ടോ? കൃമിയടി ഉള്ളവര് മാത്രമേ പപ്പങ്ങ അച്ചാർ തിന്നത്തുള്ള. പിന്നെ അല്ല, നീ ഇന്ന് പതിവില്ലാതെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം. ഇല്ല, ഇത് അച്ചാറൊന്നുമല്ല, പിന്നെ സാലഡാണ്. സാലഡാണോ? കുട്ടി കഴിച്ചോ? എളുപ്പ പരിപാടി, ഇത് അടുപ്പ് പോലും കത്തിക്കണ്ട. എന്ത് ഗുണമുള്ള സാധന, എന്ത് രുചിയുള്ള സാധന. നീ രാവിലെ എനിക്ക് വല്ല കാപ്പിയും ഉണ്ടാക്കി തരാത്തത്? കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇത് കഴിച്ചോണ്ടിരിക്കണം. ഞാൻ വെച്ചത് കഴിച്ചിട്ടുണ്ടാവും. ഇല്ല, നീ വരാതെ ഞാൻ എങ്ങനെ കഴിക്കും? ഞാൻ കഴിച്ച്
ഞാൻ കഴിച്ച അമ്മായി മീൻ മേടിക്കാൻ പോയപ്പോ ഞാൻ കഴിച്ചു. കൊള്ളാലോ. ഞാൻ എന്റെ പണിയൊക്കെ വേഗം തീർത്തു വെച്ചു. വയസ്സായ ഒരു കിളവി ഇവിടെ കിടക്കുന്നു, അതിന് വല്ലതും കൊടുക്കണമെന്നുള്ള തീരുമാനം ഉണ്ടോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി വായിൽ കൂടി വെച്ചു തരണോ ഞാൻ? ഞാൻ ഒരു പക്ഷെ വയ്യാതെ കടന്നുപോയി. അപ്പൊ വായിൽ വെച്ചു. ശരി, നേരത്തെ കാലത്ത് തന്നെ അങ്ങ് തിന്നാ മതി. വെച്ചുണ്ടാക്കി തരുന്നതേ തിന്നാൻ വയ്യ, എന്നിട്ട് ഒരു നേരം എടുത്തു കൊടുക്കാത്തതിന് പരാതി. കൊള്ളാലോ. പരാതിയല്ല, കൊറേ ദിവസമായി നിന്നെ വല്ലതുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി. ഇപ്പൊ നിനക്ക് വീഴ്ചയില്ല. ഓർമ്മിപ്പിക്കല്ലേ എന്റെ അമ്മായി. അതുകൊണ്ട് വഴക്ക് പറയാനും പറ്റണില്ല. എന്നെ പറയാന്ന് വിചാരിച്ച്. നീ ഇതെന്ത് ചെയ്യണേ? എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാലഡാണ്. ഇത് നമുക്ക് അടുപ്പും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഇന്ന് തന്നെ കഴിക്കാനും കൊള്ളാം, നാളെ ആകുമ്പോ വേറെ ലെവലായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ ഇന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി നമുക്ക് മുഴുവനോട് ഇട്ടാൽ മതി. അപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോ എനിക്ക് ഇപ്പൊ തന്നെ വായിന്ന് വെള്ളം തന്നെ മതി. അതിലൊന്നും വീഴരുതേ. ഉപ്പിടുക. ഉപ്പ് കൂടരുത്. എനിക്കറിയാം, കൂടും. ഉപ്പിട്ട് ഈ വിനിഗർ അങ്ങ് ഒഴിച്ച് ഇനി ഇതങ്ങോടൊന്ന് കഴിക്കണം. ഉള്ളിയൂടെ ഇട്ടാലോ? ഉള്ളി വേണ്ട, രുചിയെ മാറിപ്പോ. ഇത് സെറ്റ്. ഇനി നമ്മൾ ഒരു ഉച്ചയൊക്കെ ഊണിൻ്റെ കൂടെ എടുക്കുമ്പോഴേക്കും വിനാഗിരിയൊക്കെ അങ്ങ് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. ആ എരിവൊക്കെ പിടിച്ച് അടിപൊളി. ഇതിൽ വേറെ എന്തെങ്കിലും കറിവേപ്പില പോലും ചേർക്കരുത് ഇതിൽ. ഇതൊരു കാര്യം ചെയ്യാം, ഇത് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഞാനത് അരച്ചിട്ട് വരണം. അമ്മ ഇത് കൊണ്ടുവയ്ക്ക്. എനിക്ക് കുറച്ച് അരക്കാനുണ്ട്. അത് ഇറക്കണ്ടേ? അത് ഞാൻ ഇറക്കണം. ഇറക്കാണ്ട് അരയ്ക്കാൻ പറ്റുമോ? പിന്നെ കുരുമുളക് ഉണ്ടല്ലോ, അതിൻ്റെ രൂപ. മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, മല്ലിപ്പൊടി, അമ്മായി. അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? അത് പറഞ്ഞില്ലല്ലോ. അടുപ്പ് കത്തിച്ചേക്കണം. പിന്നെ അമ്മായി ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. എന്താണ്? ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ച് തരണം. ഞാൻ അപ്പോഴേക്ക് ഇത് അരച്ചിട്ട് വരാം. എന്താ അമ്മായിയുടെ കൈക്കല് തുണി. ഞാനേ ഈ പൊടികൾ ഇടിച്ചു വെക്കാം. ഞാനിത് അതൊന്ന് തണുത്തതിന് ശേഷം അരച്ചോണ്ട് വരാം. അല്ലെ കൈ കൊള്ളും. അമ്മായി. ചതച്ചാ? അമ്മായി ഒരു കാര്യം ചെയ്യാ, ഇത് ചൂടാവട്ടെ, അത് തണുക്കണം, എന്നാലേ എനിക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. ബാ. ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ അമ്മ, തൽക്കാലം വിശപ്പടങ്ങാൻ ഇത് മതിയല്ല? മതി മതി. എനിക്ക് സാധാരണ പ്ലം കേക്കാ ഇഷ്ടം, പക്ഷെ ഇത് കുഴപ്പമില്ല അല്ലേ, ടേസ്റ്റ് ഉണ്ട്. ക്യാഷിനകത്തില്ല. കൊള്ളാല്ലേ അമ്മായി? കഴിക്കി, എന്നോട് കഴിക്കി. ഇഞ്ചി വെളുത്തുള്ളി. കറിവേപ്പില ഇട്ടോ അമ്മായി?
ഇത് കഴിയതല്ലേ? ആ കഴിയതാ. മതിയാ? മതി. ഇതിന്റെ വക്കാര് പൊട്ടിച്ച്? ഞാനല്ല, തക്കാളി അമ്മായി. തക്കാളി അമ്മായി. അമ്മായി തക്കാളി. ഇന്ന് നല്ല കാറ്റുണ്ട് താനും, എന്നാ നമുക്കൊട്ട് അധികം അടിക്കുന്നില്ല കാറ്റ്. കത്തുന്നുണ്ട് മര്യാദക്ക്. അമ്മായിക്ക് അയിലയുടെ കരൾ ഇഷ്ടമാണോ? അയ്യോ, എനിക്ക് ഇറച്ചിയുടെ കരളിനേക്കാൾ ഇഷ്ടം അയിലയുടെ കരള. ഞാനത് ഭദ്രമായി തപ്പി പിടിച്ചെടുക്കും. കണ്ടതേ, കണ്ടാ? കരള മുട്ടേ? കരള്. തക്കാളി വഴണ്ടെങ്കിൽ പറയണേ. ഉപ്പം കൂടെ ആയിക്കോട്ടെ. ഹായ് അമ്മായി. കുടംപുളി ഇട്ടോ നിലയ്ക്കോ. ഇതില് ഇത് മാത്രമേ ഉള്ളൂ? എന്ത്? കുരുമുളക്. കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഇത്ര ഇട്ട്. ഉലുവ ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കും ഞാൻ, ടേസ്റ്റ് നോക്കിയിട്ടേ. നന്നായിട്ട് തടന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെക്കാം, പെട്ടെന്ന് തിളക്കും. സൂപ്പർ. എങ്ങനെയുണ്ട്? കഴുകി. സൂപ്പർ സൂപ്പർ സൂപ്പർ. പച്ചമുളകൊക്കെ ഇട്ടാ? പച്ചമുളക് വേണ്ട, ഓൾറെഡി കുരുമുളക് നല്ലോണം ഉണ്ട്. പച്ചമുളക് ഇട്ട അമ്മായി കഴിക്കൂല, ഞാൻ കഴിക്കും. ഞാൻ ആസ്വദിച്ച് ആ എരിവ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും. പക്ഷെ അമ്മായി തൊടൂല. കൂമ്പും കരളും ഒക്കെ പറക്കിയിടും. ഇടും. അയ്യോ, അത് ഏറ്റവും അവസാനം ഇടുള്ളൂ, ഏറ്റവും പൊക്കത്ത്. അല്ലെങ്കിൽ എന്നിട്ട് അതെനിക്ക് തപ്പിയെടുക്കണ കാര്യം ഓർത്തിട്ടാ സങ്കടം. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ തിളക്കണവരെ? പിന്നെ അതിലൊന്നും ഇടാനില്ല അല്ലേ? ഞാൻ കൈ കഴുകിയിട്ട് വരാം, അമ്മ പോയിക്കോ. ഇതെന്റെ ഫേവറേറ്റ് അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്ക. ഇതേ മോളെ കശുമാങ്ങ പോലെ ഇരിക്കണല്ലേ? കശുമാങ്ങയും അടിപൊളിയാ.
ഓ കശുമാങ്ങയൊന്നും ഇപ്പൊ കിട്ടണില്ല അല്ല. ഇപ്പൊ തന്നെ നമ്മള് ചാമ്പക്ക കാശ് കൊടുത്ത് വാങ്ങിച്ച പോലെ ഇനി കശുമാങ്ങയും കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടും. മുളക് പൊടി തൊട്ടേ കുടുങ്ങി. ഇപ്പൊ മറ്റേ ആഞ്ഞിലിച്ചക്കയില്ല അമ്മായി, ആഞ്ഞിലിച്ചക്കൊക്കെ പണ്ട് വെറുതെ വീണ് താഴെ വീണ് പോകുന്ന സാധനമാണ്. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് നമ്മൾ പണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പൊ അത് കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഇപ്പൊ അതൊന്നും കിട്ടാനില്ല. ഇത് വെച്ച് അച്ചാറുണ്ടാക്കും, കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാ. അതിപ്പോ എന്തായാലും നമ്മൾ പപ്പങ്ങ ഉണ്ടാക്കി പോയില്ലേ, അതിൽ ഇത് വെച്ചാൽ അച്ചാറുണ്ടാക്കി തന്നെ. നല്ല ടേസ്റ്റില്ല ഉപ്പും മുളകും. ഇപ്പൊ 3 കളറിലുണ്ട്. ഇതൊരു കളറ്, അതൊരു കളർ. മൂക്കാത്തോണ്ടല്ലേ? എന്താ മൂക്കാത്തോണ്ടല്ലേ? ഇപ്പൊ നല്ല തിള വന്നിട്ടുണ്ടാവും അല്ലേ മീനില്? പോയാലോ? ആഹാ നല്ല മണം. എന്തല്ലേ ഇളക്കിയ പണിയിട്ട് ഇളക്കണ്ട. ഇളക്കൂല. അതെ, ഇങ്ങനെ ഒന്ന് എടുത്ത് ചുറ്റിയാല. ആ ചുറ്റാം. ഞാൻ ചുറ്റാം. ചുറ്റോ? 2 തുണി ഉണ്ടല്ലോ. ഉണ്ട്. തീ കുറഞ്ഞോട്ടെ. പഠിക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല പഠിച്ചില്ല. ഓക്കെ, അപ്പൊ അമ്മായി പൊക്കോ, ഞാൻ എല്ലാം എടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം. ഓട്ടാ. അമ്മായി ചോറ് വിളമ്പിക്കോ? കഴിച്ചു നോക്ക് എന്റെ പപ്പായ സാലഡ്. കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ? കഴിച്ചു നോക്ക്. മുളകില്ലാത്ത ഭാഗം നോക്കി എടുത്തിട്ട് കിട്ടണല്ലോ. അമ്മായിക്ക് വേണ്ടി ഞാൻ ഇന്ന് മറ്റേ തണ്ണിമത്തൻ മുറിച്ചോണ്ട് വന്നു. എന്താ കാര്യം എന്നറിയോ? ഇതിന്റെ കുരുമുളകിന്റെ എരിവ്. അപ്പൊ അമ്മായിക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിട്ട് തണ്ണിമത്തൻ മുറിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം. ആയിക്കോട്ടെ. ചെറിയ തുടങ്ങുന്നതിന് മുന്നേ കരള് കിട്ടുകയാണെങ്കിൽ എനിക്ക് തന്നേരേ കേട്ടോ. നീ കൊറേ എരിവ് കഴിക്കാൻ പറ്റൂല അമ്മ. ഇതിന്റെ എരിവ് നല്ലതാ അമ്മായി, മുളക് പൊടി അല്ലല്ലോ. അത് നല്ലത് തന്നെ, കുരുമുളകല്ലേ. യെസ്, എന്റെ കരള് കിട്ടിയാ. സാലഡ് എങ്ങനെയുണ്ട്? കുറച്ച് പുളി കൂടി പോയി. വിനിഗർ അല്ലേ? 2 ദിവസം ഇരിക്കാമെങ്കിൽ സെറ്റാവും. എന്റെ മോളെ മാളൊന്ന് കലക്കും. പരീക്ഷയും കഴിഞ്ഞ് വന്നൊരു തട്ട്. അവൾക്ക് അല്ലെങ്കിലേ എന്റെ മീൻകറി ഇഷ്ടം. ഇത് വേറെ ടേസ്റ്റ്, അടിപൊളി. അടിപൊളി അമ്മായി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു.
രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും അല്ലേ? ഇതെല്ലാം ഇതിൽ പിടിക്കണം.